ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേട്ടോ, ചിൽഡ്രൻസിന് കളിക്കാനുള്ള കാര്യങ്ങൾ മോട്ടപ്പൊട്ടോ എല്ലാം ഉണ്ട്. ഇവിടെ കളിക്കുന്ന സാധനം കുറേ തന്നെ ഇങ്ങനായി. ഇവിടെ ബോട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെ കൊച്ചു പിള്ളേരുടെ തകർപ്പൻ കളിയാണ് ഇവിടെ. ഡ്രാഗൺ തൊട്ടിൽ, അതുപോലെ ആകാശ തൊട്ടിൽ. കുറച്ച് കുട്ടികളത് ഇവിടുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. ഡ്രാഗൺ ട്രെയിൻ. ഒരു കലാകാരൻ, നാടകവേദിയിൽ നിന്ന കലാകാരനാണ്. ആ പേര് കേൾക്കുമ്പോൾ ഏറെക്കുറെ ആളുകൾക്ക് അറിയാൻ പറ്റും. രാജസേനൻ ചിത്രങ്ങളായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മൾ മറന്നുപോയി. അദ്ദേഹത്തിന്റെ മനസ്സിൽ എല്ലാ ആദരവും നൽകിയിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയണ്ടേ, ഈ KTS പടന്നേലിന് തൃപ്പൂണിത്തുറ വെച്ച് ആദ്യമായി അദ്ദേഹം ഇതൊരു വേദിയിലിരിക്കുമ്പോൾ വേദിയിൽ അവതരിപ്പിച്ചത് ഞാനാണ്. അപ്പോൾ അദ്ദേഹം ബാക്കിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ മനോഹരമായിരുന്നു, നന്നായിരുന്നു, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ ഒരു അനുഗ്രഹമൊക്കെ തന്നിട്ട് പോയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ശബ്ദം കുറച്ചൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുക. അവന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് എന്റെ മകൻ പ്രേമേന്ദ്രൻ. ലോകനാർക്കാവിൽ അമ്മയാളെ സത്യം, എന്റെ മകൻ പ്രേമേന്ദ്രൻ തന്റെ മകളുടെ അടുത്ത് താടി കെട്ടും. ഇനി നമുക്ക് വിവാഹപ്പെട്ടത് വെച്ച് കാണാം. താങ്ക് യു. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. എല്ലാ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യവും ഉണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ ക എന്ന അക്ഷരത്തിന്റെ പ്രാധാന്യം, അതിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ ഒരു സഞ്ചാരം ക എന്ന അക്ഷരത്തെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഷാജി കുടിയൻ ഒരു കസർത്ത് ഇവിടെ നടത്തി. മലയാളത്തിലെ ഏറ്റവും മികച്ച അക്ഷരം ഏതാണ് അറിയാമോ? മലയാളത്തിലെ ഏറ്റവും മികച്ച സ്വർണ്ണപ്പട്ടം പണയം വെച്ച് ആരിയിരിക്കുന്ന എല്ലാവരും ഒന്ന് ഉഷാറായി. മലയാളത്തിലെ ഏറ്റവും മികച്ച അക്ഷരം ഏതാ? എന്ന് പറഞ്ഞാൽ അധികം വാവളിങ്ങനെ പ്രാണി കയറി പോകും. എന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിലേക്ക് കിടന്ന അമ്മാവൻ, അമ്മായി, അനിയൻ, അനിയത്തി, അളിയൻ ഇതെല്ലാം ആയിലാണ്. അതുകൂടാതെ അയൽപ്പക്കക്കാരനിൽ ആയുണ്ട്, അവനുമായിട്ട് അടി കൂടിയാൽ അടിയിലും ആയുണ്ട്. അങ്ങനെ നമ്മൾ ആശുപത്രി ചെന്നാൽ ആശുപത്രിയിലും ആയുണ്ട്. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച അക്ഷരം ആയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ വാക്കുകളുള്ളത് കായിലും മായിലുമാണ്. അതുകൊണ്ടാണ് പണ്ട് കാരണന്മാർ പറഞ്ഞത് കമാന്നൊരക്ഷരം മിണ്ടിപ്പോകരുത്. കമാന്നൊരക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞാൽ നീ സംസാരിക്കരുത്. കാരണം നിഘണ്ടുവിൽ ഏറ്റവും കൂടുതൽ വാക്കുകളുള്ളത് കായിലും മായിലുമാണ്. അപ്പോൾ അതുകൊണ്ട് ക എന്നുള്ള അക്ഷരത്തെക്കുറിച്ച് മാത്രം നിങ്ങളോട് സംസാരിക്കുകയാണ്. കാകാരമാണ് കരുത്തുള്ള ആകാരം, കരുത്തിനെ കീഴ്പ്പെടുന്ന 4 കാര്യങ്ങൾ: കാമം, ക്രോധം, കള്ള്, കാമിനി. കവികളിൽ കേമൻ കാളിദാസൻ, കരകളിൽ കാമ്യം, കഥകളിൽ കക്കുന്നതിൽ കാമൻ, കായങ്ങളെ കൊച്ചുണ്ടി, കറുപ്പിൽ കേമൻ, കാപ്പിരികൾ. കുരിശിൽ കായുണ്ട്, കർത്താവിൽ കായുണ്ട്, കപ്പേള, കന്യമർ, കുർബാന, കാവിരി, കാസകവർ, കല്ലറ, കത്തോലിക്ക, ക്രിസ്ത്യാന, കൊന്ത, കാശുരം, കൂതാശ, കപ്പ്യാർ, കത്തനാർ, കടത്തിനാൾ, കംപ്ലീറ്റ് കാകാണ്. കാലിത്തൊഴുത്ത് കന്യാമൃത്ത് കർത്താവിന്റെ കാലില്ലാത്തൊരു കണ്ണില്ലാത്ത മുഷകളുമായി കഷ്ടപ്പെടുന്നവർ കാര്യത്തിന് കാര്യങ്ങളുടെ കണ്ടുപിടിച്ച കന്യാസൂനായ കർത്താവിനെ ക്രൂരന്മാരായ കയ്യപ്പാസം കൊണ്ടൊരു കാൽവരികളെ കുറിച്ച് കാര്യം മണി കൊളുത്തി കുന്തം കുത്തി. കറക്റ്റല്ലേ? കരകളിൽ കൂടുതൽ ആകാരമാണ് കന്യാകുമാരി, കൊല്ലം, കോവളം, കായംകുളം, കുന്നംകുളം, കൊച്ചി, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, കോട്ടയം, കരുനാപ്പള്ളി, കാഞ്ഞിരപ്പള്ളി, കാക്കനാട്, പുത്തട്ടം, കലപ്പറ്റ, കായലുകൾ, കാഞ്ഞവട്ടം, കൊട്ടാരക്കര, കൊയിലാണ്ടി, കരുവാറ്റ, കൽപ്പവാടി, കൊട്ടിയം, കൊടകര, കുറ്റിപ്പുറം, കോതമംഗലം. കംപ്ലീറ്റ് കായാണ്. മനുഷ്യ ശരീരത്തിലും കൂടുതൽ കായാണ്. കണ്ണ്, കാത്, കാല്, കരല്, കവള്, കുടല, കുഴിയ, കൊഞ്ചി, കാഴ്ച, കേൾവി, കാൽപാദം, കാൽപൊട്ട, കൃഷ്ണമണി, കഷണ്ടി പോയാൽ, കാറ്റ് പോയാൽ കല്ലറ അല്ലെങ്കിൽ കബർ. കംപ്ലീറ്റ് കായാണ്. ഇനി കേരള രാഷ്ട്രീയം കംപ്ലീറ്റ് കായുടെ കയ്യിലാണ്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കേരള കോൺഗ്രസ്, കട്ടൗട്ട്, കമാനം, കൊടിമരം, കൊടി, കരിക്കൊടി, കത്തിക്കുത്ത്, കള്ളോട്ട്, കള്ളപ്പണം, കൈക്കൂരി, കോഴ, കരിഞ്ഞത്ത, കുമ്പകോണം, കാലുവാലിന്, കൈട്ടുവാലിന്, കൊല, കൂട്ടിക്കൊടുപ്പ്, കസേരകളി, കൂട്ടുപണ്ട്, കേക്കന്നാർ, ഇരിക്കുന്നതിനാൽ തുടങ്ങി KM മാണിയിലും കറൻസിയിലും കംപ്ലീറ്റ് കായാണ്. ഇനി കേരളത്തിലുള്ള കലാകാരന്മാരിൽ കൂടുതലും കാകാരന്മാരാണ്. കൊട്ടാരക്കര KP കരമന, കുതിരട്ടപ്പ, കുഞ്ചൻ, KPSC, KTS പടന്നേൽ, കമലഹാസൻ, KJSS, കൃഷ്ണേന്ദ്ര, കൈതപ്പുറ, കലയെഴുത, കവിൻ പരമ, കാവേരി, കൽപ്പന, കവിത, കാർത്തിക്, KPSC, ഗിരികാട് ജോസ്, കൊച്ചുകരി, കടവക്കളാണ്ടി, കൃഷ്ണകുട്ടിയാർ, കലാഭവമണി, കുഞ്ചാക്കോവൻ, കൃഷ്ണ, കൊടിയൻ കൂടുതലും കായാണ്.
ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു ചെന്നാൽ കൂടുതലും കായാണ്. പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു. കൂട്ടുകുടുംബങ്ങൾക്ക് 2 കാ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂട്ടുകുടുംബങ്ങൾക്ക് സ്ട്രോങ് കൂടുതലായിരുന്നു. ഇപ്പോൾ ഉള്ളത് അണുകുടുംബങ്ങളാണ്. അണുകുടുംബങ്ങൾക്ക് 1 കായേ ഉള്ളൂ. അതുകൊണ്ട് അണുകുടുംബങ്ങൾക്ക് പവർ കുറവാണെന്ന് കൊടിയൻ പറയുന്നു. എന്തായാലും കൂട്ടുകുടുംബങ്ങളിൽ എന്തൊക്കെയുണ്ടായിരുന്നു പണ്ട് കാർന്നമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, കുട്ടികൾ, കോഴികൾ, കാലികൾ, കോഴിക്കോട് കാലിക്കോട് കൂടാതെ കിണർ കുളിമുറി കക്കൂസ് കട്ടലപ്പടിക്ക് അത് ഒരു കസേര കട്ടിൽ കിടക്ക കമ്പിളി കലം കൊടുക്കുക, അതിൽ കരണ്ടിപ്പലക. കൊച്ചിയിലുള്ള കുടുംബമാണെങ്കിൽ കൊതുകും കൂടിയേ കഴിയും. ഇതെല്ലാം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ 1 ക ഇല്ലെങ്കിൽ ആ കുടുംബമാവില്ല. ആ കായുടെ പേരാണ് കൂട്ടായ്മ. ആ കൂട്ടായ്മയിലെ ഒരക്ഷരം മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ മറ്റൊരു ക കടന്നു വരും. അതിൻ്റെ പേരാണ് കൂടായ്മ. കൂടായ്മയിലുണ്ടാകുന്ന കുട്ടികൾ കാരണന്മാർക്ക് കഞ്ഞി കൊടുക്കില്ലെന്ന് കൊടിയൻ പറയും. അപ്പോൾ നിങ്ങളുടെ സമൂഹത്തിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ പഞ്ചായത്തിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഈ കൂടുമ്പോഴെല്ലാം ഇമ്പമുണ്ടാകുന്ന കുടുംബങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂപ്പുകയും. താങ്ക് യു. ഒരു വീടാണ്. താങ്ക് യു. താങ്ക് യു. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞു പോയ ക്രിസ്തുമസിന്റെ ആശംസകൾ, വരാനിരിക്കുന്ന പുതുവത്സരത്തിന്റെ ആശംസകൾ, ഏഴോം ഫെസ്റ്റിന് എല്ലാവിധ നന്മകൾ നേരുന്നു. സംസാരങ്ങൾക്ക് സാധ്യതയില്ല, പ്രവർത്തിക്കാണ് കൂടുതൽ സാധ്യത എന്ന് നിങ്ങളുടെ മുഖം ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നു. എങ്കിലും ഒരു വാക്ക് പറയാതെ വയ്യ. ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ ആശംസകൾ, ഞങ്ങളുടെ സ്നേഹങ്ങൾ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ ഞങ്ങളുടെ ഓരോരോ പ്രയാസങ്ങളെല്ലാം ഒരു ജ്യേഷ്ഠനെ പോലെ ഞങ്ങളെ കണ്ട് ഞങ്ങളോട് സംസാരിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോപിയേട്ടൻ, ഒരു ബിഗ് സല്യൂട്ട്, നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വളരെ ബഹുമാനപൂർവ്വം എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ആശംസകൾ. താങ്ക് യു വെരി മച്ച്. പ്രമോദനെ വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ പറയേണ്ട VS അച്യുതാനന്ദൻ സാറിനെ അനുകരിക്കുന്ന കലാകാരൻ, അദ്ദേഹത്തിന് എല്ലാവിധ ആദരവും നൽകുന്നതാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അച്യുതാനന്ദൻ സാർ മാത്രമല്ല, തുടർന്ന് മറ്റ് 1-2 രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ഈ വേദി അനുകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു നിറഞ്ഞ കൈയടിയോടെ നമുക്ക് പ്രമോദിന്റെ അനുഗ്രഹ കലയിലേക്ക് നമുക്ക് പ്രമോദനെ ക്ഷണിക്കാം. ശ്രീ VS അച്യുതാനന്ദൻ സാർ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ഏഴോ ഫെസ്റ്റിന് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. ഓക്കെ. സഹോദരീ സഹോദരന്മാരെ, ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ ഏഴോം ഫെസ്റ്റിന് മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ, മുൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. സഖാവ് ഗോപി, സഖാവ് ഗോപി, എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത്. ജാതിയുടെയും മതത്തിന്റെയും കക്ഷി രാഷ്ട്രീയത്തിന്റെയും വേലിക്കെട്ടുകൾ ഇല്ലാതെ സ്വന്തം നാട്ടിലെ ജനങ്ങളെ ഒരു മൈതാനത്തിലേക്ക് കൊണ്ടുവന്ന ഗ്രാമപഞ്ചായത്തിന്റെ പടത്തലവൻ, അദ്ദേഹത്തിനും ഗ്രാമപഞ്ചായത്തിനും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുകയാണ്. താങ്ക് യു. സ്വാഭാവികമായിട്ടും മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് VS അച്യുതാനന്ദൻ സാറിനെ പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടൊരു നേതാവാണ് ആയിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ പ്രിയങ്കരനായ നേതാവാണ്. കുഞ്ഞുകുഞ്ഞെന്നാണ് പലപ്പോഴും അദ്ദേഹത്തെ സ്നേഹമുള്ളവർ വിളിക്കുന്നത്. ആ പ്രിയങ്കരനായിട്ടുള്ള ആ നേതാവിനെ കൂടി ഏറെ ആദരവോടെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൂടി ഈ വേദിയിൽ ക്ഷണിക്കുന്നു. അദ്ദേഹം കൂടി ഒരുപക്ഷെ ഈ വേദിയിൽ വന്നിരുന്നു എങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് സങ്കല്പിച്ചു നോക്കാം. അത് ഏഴോം ഫെസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സ് നിറയുകയാണ്. കാരണം ഞാൻ നേരത്തെ സഖാവ് VS പറഞ്ഞത് കേട്ടു. ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതിർവരമ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളും ഒരേ മനസ്സോടെ വരുന്ന ഈ കൂട്ടായ്മക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു.
മറ്റൊരു രാഷ്ട്രീയ നേതാവ്, കേരളത്തിന്റെ നിയമസഭയിൽ ദീർഘകാലം നിയമസഭാ സാമാജികനായിട്ട് അദ്ദേഹം നീണ്ടുനിന്നു ധനകാര്യമന്ത്രിയായിരുന്നു, ശ്രീ KM മാണി സാർ. അദ്ദേഹത്തിന്റെ ശബ്ദം കൂടി നമുക്ക് ആസ്വദിക്കാം. അദ്ദേഹത്തിന്റെ ശബ്ദം എനിക്ക് ലഭിച്ചത് സാജു ചേട്ടന്റെ വീട്ടിൽ നിന്നാണ്. ഞാനൊരു ദിവസം ഒരു പരിപാടിക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ സാജിച്ചേട്ടൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മിനി ചേച്ചി, സാജിച്ചേട്ടൻ്റെ വൈഫിന്റെ ഒരു മിനി എന്നാണ്, മിനി ചേച്ചി എനിക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കി തന്നു. ആ ഓംലേറ്റിൽ കുരുമുളക് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അല്ലെങ്കിൽ വീട്ടിൽ കുരുമുളക് ധാരാളം ഉള്ളത് കൊണ്ടാണോ എന്നല്ല, കുരുമുളക് ഇച്ചിരി കൂടിപ്പോയി. ആ കുരുമുളക് എൻ്റെ തൊണ്ടയിലേക്ക് നേരെ കയറി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചപ്പോൾ ഈ തൊണ്ടയിൽ നമ്മുടെ കുരുമുളക് വന്ന് കുറച്ച് മുളക് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയിൽ ഒരു കുത്തു വരും അല്ലേ? ചേച്ചിമാർക്കൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ഈ രസമൊക്കെ താളിക്കാൻ വേണ്ടിയിട്ട് വറ്റൽ മുളക് ഇടുമ്പോൾ അതിൻ്റെ ഒറ്റ പുകയിൽ നമ്മുടെ തൊണ്ടയിലൊക്കെ ഒരു ചെറിയ കാളിച്ചുണ്ടാവും ഇല്ലേ? അപ്പൊ അതെങ്ങനെയായിരിക്കും? അത് ഇങ്ങനൊരു കുത്തുണ്ടോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സായിച്ചേട്ടൻ പറഞ്ഞടാ കറക്റ്റ് ഇത് KM മാണിയുടെ ശബ്ദമാണ്. ഈ കുരുമുളക് കഴിച്ചു കഴിഞ്ഞിട്ട് ഈ തുമ്മൽ വരുമ്പോൾ നീ അതിൽ സംഭാഷണം മിക്സ് ചെയ്ത് പുറത്ത് വിട്ടാൽ നിനക്ക് കറക്റ്റ് മാണി സാറിന്റെ ശബ്ദം കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി എൻ്റെ വീട്ടിൽ കുരുമുളക് ഉണ്ടായില്ല, ഒരു കാന്താരി മുളക് കഴിച്ചപ്പോൾ ആ കാന്താരി മുളക് കഴിച്ച് എൻ്റെ തൊണ്ടയിൽ ധനകാര്യ മന്ത്രി എന്ന നിലയിൽ ഞാൻ എല്ലാ തെറ്റാതെ ധനം വാങ്ങിക്കുക, സ്വരൂപിക്കുക, ഇത് ഞാൻ ചെയ്യുവാൻ എന്താ കുഴപ്പം? ഏതായാലും ഈ ഏഴോം പഞ്ചായത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും ഒരു കുടക്കീഴിൽ വന്നു എന്നുള്ളതിന് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതിന്റെ കൂട്ടത്തിൽ പറയുകയുണ്ടായി ചാക്യാർ കൂത്ത്, കേരളത്തിലെ തനത് കലാരൂപം. ഇവിടെ കൂത്ത് അവതരിപ്പിക്കുന്നത് മിമിക്രിയുടെ സാധ്യതയെ കൈവച്ചുകൊണ്ട് തന്നെയാണ്. അധികം കൂത്ത് പഠിച്ചിട്ടില്ല, പക്ഷേ ഒരു മിമിക്രി കലാകാരൻ നിലയിൽ കൂത്ത് ആസ്വാദനം അത് കണ്ട് സ്വായത്തമാക്കി അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ വേഷവിധാനത്തിനല്ല കൂത്ത് അവതരിപ്പിക്കുന്നത്. നമുക്ക് ഏറെ സ്നേഹത്തോടെ പ്രമോദിന്റെ ആ കൂത്ത് നമുക്ക് ആസ്വദിക്കാം. താങ്ക് യു. അതിനു മുമ്പ് വിനോദ്, എനിക്കൊരു സംശയം പ്രിയപ്പെട്ട ഗോപിയേട്ടനോട് ഒരു സംശയം എനിക്ക് ചോദിച്ചു തീർക്കാനുണ്ട്. നിങ്ങൾ നാട്ടുകാരും കൂടി എനിക്ക് അതിന്റെ ഒരു സംശയം തീർത്തു തരണം. ഞങ്ങൾ സാധാരണ ഒരു ഷോയ്ക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ പോസ്റ്ററുകൾ ഇപ്പോൾ ഇവിടെ സാജു ചേട്ടൻ്റെ, എൻ്റെ, വിനോദിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ട്രൂപ്പിൽ ഇല്ലാത്ത, ഇന്നിവിടെ വരാത്ത ഒരാളുടെ പോസ്റ്റർ ഞങ്ങളുടെ പരിപാടിയിൽ വയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. ഇതാരാണ് ഈ കലാകാരനെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തെ ഞങ്ങൾ കൊണ്ടുവരാമെന്ന് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ല. ഇനി പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കലാകാരൻ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ട് ഞങ്ങളവിടെ ഒന്നും പറയരുത്, അത് ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, അവിടെയുണ്ട്. അപ്പൊ വിനോദ് പറഞ്ഞ പോലെ ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്നു എന്ന് ഞാൻ പറയില്ല, ചാക്യാർകൂത്ത് അനുകരിക്കുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അത് ചിട്ടവട്ട സമ്പ്രദായത്തോടുകൂടി ആളുകൾ നല്ല ശുദ്ധിയോടുകൂടി കൊണ്ടുപോകാം. ഞാനൊരു മിമിക്രി കലാകാരൻ നിലയ്ക്ക് ഒരു ചാക്യാർകൂത്ത് കണ്ടപ്പോൾ അതൊന്ന് അനുകരിക്കണം, മമ്മൂട്ടിയെ മോഹൻലാലിലേക്ക് അനുകരിക്കുന്ന പോലെ. അങ്ങനെ ചെറിയൊരു അനുകരണത്തിലേക്ക് ഒന്ന് കടക്കാം. ചാക്യാർകൂത്തിന്റെ പ്രത്യേകത എന്റെ മുന്നിലിരിക്കുന്ന സമ്പന്നമായ സദസ്സിനറിയാം. അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാക്യാരും കണ്ടുകൊണ്ടിരിക്കുന്ന കാണികളും തമ്മിൽ അല്പസ്വല്പം ഒരു സംവാദം, അല്പസ്വല്പം ഒന്ന് കളിയാക്കിയെന്നിരിക്കും. അത് ഈ കൂത്ത് എന്ന കലാരൂപത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോ എന്നോട് എല്ലാവരും ഒന്ന് സഹകരിക്കണം. വേഷഭൂഷാദികളില്ലാതെ കൂത്തിന്റെ ഒരു അംശത്തിലേക്ക്. ആഭൗമ്യം ദസ്ത്യൗപാദിസ്ത്യൗപഖം. എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം പറയാൻ നിന്നാ ചാക്യാരെ സംസ്കൃതാധ്യാപകർ പിടിച്ചു വല്ലും. കാരണം പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വായേ തോന്നിയത് കോതക്കി പാട്ട് എന്നലക്ക് സംസ്കൃതം പോലെ രണ്ടു വാക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ പോണോ? ഹനുമാൻ എടുത്തോളോ. ഇത്ര ആളുകള് ഇങ്ങോട്ട് തിരിച്ചിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ ചെന്ന് പൃഷ്ഠം കാണിച്ച് ഇങ്ങോട്ട് നോക്കിയിരിക്കുക. മുൻവശം തന്നെ കാണാൻ ഭംഗിയില്ല, പിന്നെ പുറവശം. ഇതെങ്ങനെയാ സഹിക്കണത്? അപ്പൊ പറഞ്ഞു തുടങ്ങിയത് എന്താ? ചാക്യാരുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ചാക്യാർ പറഞ്ഞുകൂടെ. കാരണം എന്താന്ന് വെച്ചാല് സാധാരണ ക്ഷേത്രങ്ങളിൽ കൂത്ത് അവതരിപ്പിക്കാൻ പോകുമ്പോ ഇത്രയധികം ആളുകളെ കാണാറില്ല. 1, 2, 3, 4 ആളുകൾ ആലിന്റെ ചോട്ടിലിരുന്ന് മുറുക്കുണ്ടാവും. ചാക്യാർ വൃഥാവിൽ അവിടെ കൂത്ത് അവതരിപ്പിക്കണ്ടാവും. ഇത്രയധികം ആളുകളെ കണ്ടപ്പോ ചാക്യാരുടെ മനസ്സ് നിറഞ്ഞു. എന്താ സാധാരണ കൂത്ത് അവതരിപ്പിക്കാൻ പോകുമ്പോ ആളെ കിട്ടാത്ര ബുദ്ധിമുട്ട്. ആളുകൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ക്ഷേത്ര കൂട്ടായ്മകളിലോ കുടുംബ കൂട്ടായ്മകളിലോ അല്ലെങ്കിൽ പള്ളികളിലോ ഒന്നും വരാത്തതിന്റെ കാരണം എന്താ? കാരണം TV എന്ന് പറയുന്ന ഒരു മാധ്യമം. ഇവിടെ വരിക, വിദ്വാൻ അവിടെ വരൂ, അപ്പുറത്തോട്ട് വരുമോ? വന്നോളൂ. അവിടെ വരിക, അവിടെ വന്ന് എടുക്കോ, അവിടെ വന്ന് എടുക്ക. ചാക്യാർക്കൊരു ആഗ്രഹം ഉണ്ടാ. എടുത്തോളൂ. ഇതൊക്കെയല്ലേ വേണ്ടത്. ചാക്യാർ വിചാരിച്ച് ക്രിസ്മസ് പാപ്പയെന്ന് വിചാരിച്ചത്.
അതുകൊണ്ടാ ക്രിസ്മസ് കഴിഞ്ഞിട്ടും പോയില്ലേ എന്നൊരു സംശയം ഉണ്ടായി. അതുകൊണ്ടാണ് കേട്ടോ വിളിച്ചിപ്പോ കണ്ടോ മനസ്സിലായി. ആളെ അതല്ല നമ്മൾ ഉദ്ദേശിച്ച ആളെ തന്നെയാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്താ, കൂട്ട് കാണാനായിട്ട് ആളെ കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്. മുണ്ട് നേരിട്ടുള്ളൂ, മുന്നിൽ തന്നെ മുണ്ട് കൊടുത്തുകൊണ്ട് ഡബ്ല്യു പോലെ വന്നിരുന്നാൽ അല്ലാത്ത ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ മുണ്ട് എന്ന് പറയുന്നത് വൈശിഷ്ട്യം എന്ന് പറഞ്ഞൊരു വസ്ത്ര. മുണ്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ ഓടണം ചില ധാരണ വേണം. എന്താ പാൻറ്റിട്ട് നമുക്ക് തലകുത്തി മറിഞ്ഞൊക്കെ അങ്ങനെ വെക്കാം. മനസ്സിലായില്ലേ? അപ്പൊ മുണ്ട് എന്ന് പറയുന്നത് വൈശിഷ്ട്യം എന്ന് പറയുന്നൊരു വസ്ത്രമാണ്. കേരള തനിമയുടെ വസ്ത്രമാണ്. ഇടയ്ക്കാണാവോ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സങ്കല്പത്തിലെ ജീവിതത്തില് വസ്ത്രമുടുത്ത ഒരാൾ ഒരു പൊതുവേദിയിൽ വന്നാൽ തന്നെ ആളുടെ സംസ്കാരം നമുക്ക് അളക്കാൻ പറ്റും ഇല്ലേ? ഒരു മുണ്ടെടുത്തിട്ട് ലോകത്തിലെ ഏത് എയർപോർട്ടിലും എത്ര ആളുകൾ എത്ര വലിയ കോട്ടിട്ടോ എങ്ങനെയൊക്കെ വേണമെങ്കിൽ നടന്നു വന്നോട്ടെ. പക്ഷെ ഒരു മുണ്ടെടുത്തിട്ട് ഒരു മലയാളി ഒരാള് വൃത്തിമനയോടുകൂടി നടന്നു വന്നു കണ്ടാൽ അതിന്റെ ആഢ്യത്വം എന്താണെന്നുള്ളത് പൊക്കോളോ. സ്കരണ്ട് മാഷ്ടം കേട്ടോ, ഒന്നും മിണ്ടാൻ ഓർത്തില്ല. കൂത്ത് ബുക്ക് ചെയ്തേക്കണോ, കളിയാക്കാൻ കാശിട്ടില്ല. ഇപ്പൊ പറഞ്ഞു തുടങ്ങിയത് എന്താ, വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ പറഞ്ഞു തുടങ്ങിയത് എവിടെയാ, കൂത്ത് കാണാൻ ആളെ കിട്ടാത്തതിന്റെ വിഷമം. ടി വി എന്ന് പറയുന്ന ഒരു മാധ്യമം നമ്മുടെ കുടുംബത്ത് വന്നോടുകൂടി പിന്നെ ആളുകൾക്ക് ക്ഷേത്രങ്ങളിൽ പോകാനോ കുടുംബ കൂട്ടായ്മകളിൽ പങ്കെടുക്കാനോ മറ്റ് സാംസ്കാരിക സദസ്സിൽ പങ്കെടുക്കാനോ നേരില്ല. കാരണം എന്താ, ടി വിക്കകത്തെല്ലാനുണ്ട് അല്ലേ? ഭർത്താവിനെന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, കൊച്ചുകുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം, സ്ത്രീകളെ എങ്ങനെ സാരി ഉടുക്കാം, ഉടുത്ത സാരിയിൽ നിന്നെല്ലാം ആളുകളെ കാണിച്ചു കൊടുക്കാം, എല്ലാം ടി വിയിലുണ്ടാകും അല്ലേ? വസ്ത്രധാരണം വല്ലാത്ത കുഴപ്പാ. ടി വിയുടെ കാര്യം പറഞ്ഞാൽ വല്ലാത്ത രസം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് അതിനകത്ത്, ഒന്നുമില്ലാത്തതില്ല. ഇന്നിപ്പോ ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി കളിക്കാൻ പോയിട്ട് വീട്ടിലെത്തി നേരം വൈകി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് ഒന്ന് കുളിക്കൂ മകനെ, ഒന്ന് കുളിക്കൂ മകളെ, ഒരു സന്ധ്യാസമയമായി എന്ന് ആരെങ്കിലും പറയോ? ഏതെങ്കിലും സ്ത്രീകളെ ഇപ്പൊ സന്ധ്യാസമയം എന്ന് പറയില്ല, സാന്ത്വനത്തിന്റെ സമയമായി. എന്താ ചിരി, ഇനി പുന്നില് എന്തായിരിക്കണത്. ഒരമ്മ 4 മക്കള് ഒക്കെ കൂടി ഒരു കടയും തുടങ്ങി അവസാനം തല്ലും തകരാറും ഒക്കെ ആയി. അത് കാണുമ്പോ വീട്ടിലിരുന്ന് നല്ല ചിരി. മറ്റൊരുത്തന്റെ കുടുംബം കലക്കുമ്പോൾ നല്ല സന്തോഷമുള്ള നമുക്കല്ലേ? ഏതെങ്കിലും ഒരു സീരിയലിനകത്ത് ഏതെങ്കിലും കലങ്ങാത്തൊരു കുടുംബത്തിന്റെ കഥയുണ്ടോ? ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് കലക്കി കളയും. അതാ സീരിയലുകാര്. അപ്പൊ പറഞ്ഞു തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ടി വിയുടെ കാര്യം പറഞ്ഞപ്പോൾ ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു നമസ്കാരം. ഇവിടെ ഇരിക്കണ മഹാരാജൻ, ഇവിടെ ഇരുന്ന ആരാണോ പറയുന്നത്, രാജാവിനെ പോലും കളിയാക്കാൻ അധികാരമുള്ള ഒരാളാണ് ചാക്യാരതി അച്ഛനും കളിയാക്കണം കേട്ടോ. ഇത്രയും നല്ലൊരു കൂട്ടവതരിപ്പ് പുള്ളിക്കാരൻ ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ കാലത്ത് ഈ ദൈവം മാത്രമുള്ളൂ, അല്ല കൊച്ചുകുട്ടികളായാലും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഇല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ആർക്കും ജീവിക്കാൻ പറ്റാണ്ടായിരിക്കണോ ഇല്ലേ? ഒരാളുണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ ഈ കുന്ത്രാണ്ടുണ്ട്, ആ കുന്ത്രാണ്ടത്തിൽ 2 സിമ്മുണ്ട്, എന്നിട്ട് അത് മുഴുവൻ തേമ്പിക്കൊണ്ടിരിക്കും. പക്ഷെ ടവർ വരാൻ പാടില്ല അല്ലേ? നമ്മുടെ പരിസരത്തൊന്നും വരാൻ പാടില്ല. എന്നാൽ നമുക്ക് എല്ലാ സുഖം വേണം താനും അല്ലേ? നമുക്ക് വേഗത്തിലെത്തണം, പക്ഷെ വേഗത്തിലെത്തേണ്ട സാധനം വരാൻ പാടില്ല. അതാ കുഴപ്പം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കുഴപ്പങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതൊക്കെ മാറി നല്ലൊരു ലോകം നമ്മുടെ ഭൂമിയിലേക്ക് സംസാരമാകുന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. പറഞ്ഞു തുടങ്ങിയത് എന്താന്ന് വെച്ചാല് ടി വിയുടെ കാര്യത്തിനകത്ത് നമ്മൾ ഒരു ആഗ്രഹ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബങ്ങളും വല്ലാത്തൊരു ലോകത്തിലേക്ക് കടന്നു പോകുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ചാക്യാർ കൂത്തിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൂത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കണം. കൂത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ചാക്യാരെ പിടിച്ച് കുത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കൂത്ത് താൽക്കാലികമായി നിർത്തുകയാണ്. താങ്ക് യു. മനോഹരമായ ഗാനങ്ങൾ, അതിനുശേഷം സാജു ചേട്ടന്റെ ആമിനത്താത്ത പോലുള്ള ഐറ്റങ്ങൾ, MG ശ്രീകുമാർ പോലുള്ള ഐറ്റങ്ങൾ, മനോഹരമായ വിഭവ സമൃദ്ധമായ സംഗീതത്തിന്റെയും ഹാസ്യത്തിന്റെയും ഒരു സദ്യ തന്നെയാണ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മാത്രം ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഇരുകൈകളും കൂട്ടിയടിക്കുമ്പോഴുണ്ടാകുന്ന ശ്രുതിമധുരമായ ശബ്ദം. ഇന്ത്യയിൽ കൈയടിക്ക് മാത്രമാണ് GST ഏർപ്പെടുത്താത്തത്. അതുകൊണ്ട് ഒരു പിശുക്കും ആരും കാണിക്കേണ്ട. നല്ലോണം കൈയടിച്ചു തന്നാൽ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയും. നിങ്ങളും ഞങ്ങളോടൊപ്പം കൊണ്ട് യാത്ര തോന്നൽ ഞങ്ങൾക്കുണ്ടാവും. മനോഹരമായ ഗാനത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഗായകരെ ക്ഷണിക്കുന്നു. വീണ്ടും സ്കിറ്റുകളുമായി ഞങ്ങൾ വരും. ചോദിച്ചേ കള്ള ഹിമാലേ
നിന്റെ കായലിനെ നേട്ടപ്പെടാൻ തിരിച്ചു പോയാ നമ്മളാണ് അമിന വീരായി. ഏതൊക്കെ വന്ന് വെള്ളിയാഴ്ചല്ല അമിന, നമ്മൾ അനക്കിച്ചിരി മട്ടം മേടിച്ചുകൊണ്ട് വന്നതാ. അയോഗ്യ നായിന്റെ മോന്റെ മോനെ, ഉനക്ക് എവരോ ധൈര്യമെടുക്ക് എൻ മുന്നാടി മട്ടണം വാങ്ങി വന്ന് നിൽക്കാൻ. ഒരു ജവാനടിച്ച ധൈര്യത്തിലാണ് അമിന നമ്മൾ വന്നേക്കുന്നത്. ജവാനല്ല, ഏത് പട്ടക്കാരെ അടിച്ചിട്ട് വന്നാലും ശരി, ഇന്നേക്ക് 14 നാൾ ദുർഗാഷ്ടമി. ഉന്നെ പാട്ടക്കടിച്ചു കൊന്ന് ഉൻ രക്തത്തെ കുറിച്ച് ഞാൻ ആനന്ദ ഒപ്പനയാക്കിടുവേൻ. നിൽക്കണേ പടച്ചോനെ ഇവിടെ മൂത്തു നിൽക്കാനുള്ള അല്ലാ കാത്തോളി. അല്ലോ എന്താ ഞാനിങ്ങനെ ശരിയാവും. എടാ കേട്ടതൊക്കെ ശരിയാണ്. ആമിച്ചാന്റെ ദേഹത്ത് ഒരു ആത്മാവ് കൂടിയിരിക്കുകയാണ്. എടാ അത് നമ്മ തീരാനിക്കല്ലേ? അതൊരു ശുദ്ധാത്മാവ്, ഇത് ദുരാത്മാവല്ലേ? ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കല്ലേ? അപ്പൊ ബീരാനിക്ക് കൺവട്ടത്ത് കണ്ട പാട്ട കടിച്ചു കൊല്ലുമെന്ന് പറഞ്ഞേക്കാണ്. സൂക്കിയത് കുറഞ്ഞു കരുതി ആമിർക്കാത്തിയെ സൂപ്പിടാൻ കുറച്ച് മട്ട കാറ്റ് വന്നതാണ് പാവം. കയ്യിൽ കിട്ടിയ പാട്ടെടുത്ത് വീരാഴ്ച പിന്നാലെ ഓടിയിട്ട് മാറ്റേ നീ എന്തൊക്കെയാണ് പറയണേ? മനോജെ, പണ്ട് പാട്ട് പെറുക്കാൻ വന്നൊരു തമിഴത്തി വീരാഴ്ച പാട്ടിലാക്കിയ കഥ നാട്ടിൽ പാട്ടല്ലേ? ആ തമിഴത്തി തീവട്ടിക്ക് തമിഴ്ച്ച് മരിച്ചു. ആ ദുരാത്മാവാണ് ഇപ്പോ ആമിർക്കാത്ത ദേഹത്ത് കയറിയിരിക്കുന്നത്. അയ്യോ മനോജെ, ഒന്ന് കട്ടിയടാ, ആ മുതൽ വന്നിട്ട് ഞാൻ വിളിക്കാതെ. എന്റെ ഇല്ല ഇതെന്താ ഞാൻ ചോദിച്ചോണ്ട് നടക്കണത്? ഇത് വെറുതെ ചോദിച്ചോണ്ട് നടക്കാൻ കഴിക്കേണ്ട വട്ടാണാ? ആണല്ലോ. ആണാ? ഇല്ലല്ലോ. ഇല്ലല്ലോ. ഉണ്ടല്ലോ. ഉണ്ടോ? ഇല്ല. ഇല്ല. ഒന്നുമില്ല. 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 ആ എന്നാ ഞാൻ പോയിട്ട് വരാം. ഇത്ത എവിടെ പോകും? ഞാനിന്നലെ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? എന്ത് പറഞ്ഞു? ഇന്ന് വെള്ളിയാഴ്ച ഞാൻ ആയിഷയ്ക്ക് ആഭരണം പണയം വെക്കാൻ കൂടെ പോകുന്നു. ഇത്ത പോകണ്ട. എന്താ പോയാലും? പോകണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഞാൻ പോണ്ടേ? പോകണ്ടെന്ന് പറഞ്ഞ പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. അപ്പൊ നീ ഇന്ത്യയിൽ നിന്ന് എന്നെ എന്നെ പോക വിടമാട്ടെ. അയോഗ്യ നായ, ഇന്നേക്ക് ദുർഗാഷ്ടമി. ഉന്നെ കൊന്ന ഉൻ രക്തത്തെ കുറിച്ച് ഞാൻ ഒപ്പനയാടുവേ. അല്ല റബിലമീനായി തമ്പുരാനെ, നമ്മളിപ്പോ എന്താ പറഞ്ഞേ? ഇല്ല, ഇതൊന്നും പറഞ്ഞില്ല. അതെന്താ അതിന്റെ ചെവിയുടെ ഡയഫ്രടിച്ച് പോയൊക്കെയാണ്? ഞാൻ ഈ മാതിരി തൊള്ള പറഞ്ഞിട്ട് നീ ഒന്നും കേട്ടില്ലേ? ശരിക്കും എനിക്ക് എന്താ പറ്റിയത്? ഇതൊന്നും പറ്റിയിട്ടില്ല. ഇതൊന്നുമില്ല. ഇതൊന്നുമില്ല. ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല. നീ ഇങ്ങനെ തോളത്തൊക്കെ ബ്ലാമ്പി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറ്റും. ഇത്ത കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഒരു ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ആ അത് തന്നെ, എനിക്കെന്തോ തലാർക്കണമായി. ഞാൻ ഇന്നും അകത്ത് പോയി കിടക്കട്ടെ. മനോജ്, ഞാൻ കണ്ടടാ. ഞാൻ കണ്ടു. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ബസ് എന്റെ പൊന്ന ഹൈദ്രോസ് പടം മാറി. നന്ദന അല്ല മനോജെ, ഇത്താടെ ദേഹത്ത് കയറി കൂടി ആ തമിഴത്തിയെ ഞാൻ നേരിട്ട് കണ്ടു. മനോജെ, സോറിയാസിന്റെ ഒരു വല്ലാത്ത തലത്തിൽ സഞ്ചരിക്കുകയായിരുന്നു അവരുടെ മനസ്സ്. വളരെ വേദനയോടെ ഞാൻ മനസ്സിലാക്കി. വെടിക്കെട്ട് പറമ്പിലെ ആ മനോരോഗി നമ്മുടെ ആമിനാത്തയാണ്. ഹൈദ്രോസേ, നീ പേടിക്കണ്ട. ഇത്തരം ബാധ ഒഴിപ്പിക്കാൻ ലോകത്ത് ഒരേ ഒരാളേ ഉള്ളൂ, ഡോക്ടർ സണ്ണി. ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിക്കേ. നടക്കില്ല മോനെ, ആള് അങ്ങനെയൊന്നും വരില്ല. അതെന്താ? പുള്ളി ഇപ്പോ വേറെ ലെവല. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് മന്ത്രവാദം എന്നതാണ് നമ്മളെ ജനങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ കള്ളം. വിളിച്ചാൽ ഞാൻ വരില്ല എന്ന് നീ അവരോട് പറഞ്ഞതല്ലേ? ശരിയാണ്. എനിക്ക് വേറെ പണിയുണ്ട് മനോജ്. വിശ്വാസം നല്ലതാണ് ഹൈദ്രോസെ, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. തൻ്റെ തന്തയല്ല
എന്റെ തന്ത. നിങ്ങളെ രക്ഷിക്കാൻ വേറെ ആള് വരും. ആരാ മനസ്സിലായില്ല? എടോ, ഞാൻ ഡോക്ടർ സണ്ണി പറഞ്ഞു വിട്ട മന്ത്രവാദിയാണ്. കുമ്പിടി ശശീന്ദ്ര തിരുവടികൾ സഖാൽ മേപ്പാടന്റെ ശിഷ്യനാണ്. കേട്ടിട്ടില്ലേ? അവിടെയുണ്ട്, ഇവിടെയുണ്ട്. പറയൂ, ആരുടെ ദേഹത്താണ് ബാധ കയറിയിരിക്കുന്നത്? 10 തലയാ അസല് രാവണൻ. ഹലോ ബ്രോ, ഇതൊക്കെ അറിയാതാ തന്നെ വിളിച്ചു വരുത്തിയത്. അതിനു മുമ്പ് ഞാൻ ആരാന്നറിയണം. ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുള്ളവനാണ് ഞാൻ. ചുട്ട കോഴിയെ തിന്നിട്ടുള്ളവനാണ് ഞാൻ. അൽഫാമല്ലേ? എന്നെ കുറിച്ച് അറിയണമെങ്കിൽ അങ്ങ് കോഴിക്കോട്ട് പോയി ചോദിച്ചു നോക്ക്. കോഴിക്കോട് ഉളമ്പാറ യൂണിവേഴ്സിറ്റിയിൽ 10 ഭ്രാന്തന്മാരെ തലയടിച്ച് പൊട്ടിച്ചത് 15 കേസാണ് എന്റെ പേരിൽ. ഭ്രാന്തെന്ന് കേട്ടാൽ എനിക്ക് നട്ടഭ്രാന്ത. എവിടെ ഭ്രാന്തുണ്ടെങ്കിലും ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ഓടിയിട്ടും. എവിടെ ചിത്രരോഗി? അയ്യോ, ആളറിയാതെ മരിച്ചുപോയി, ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു. എവിടെ ചിത്രരോഗി? ചിത്രരോഗിയെ വിളിക്കൂ. ആമിൻതാത്താ, ആമിൻതാത്താ. അയ്യോ, ആമിൻതാത്താ, ആമിൻതാത്താ. അങ്ങനെ വിളിച്ചാലൊന്നും ഈ ചിത്രരോഗി വരില്ല. പിന്നെ എങ്ങനെ വിളിക്കണം? വിളിക്കണ്ട പോലെ വിളിക്കണം. ആമിനോ. കറക്റ്റ് ബീരാർക്കയുടെ ശബ്ദം. ഇതെങ്ങനെ പിടികിട്ടി? എല്ലാം അറിയുന്നവൻ ഈ കുമ്പിടി ശശീന്ദ്രൻ. മേൽപ്പാടൻ പറഞ്ഞു കേട്ടിട്ടില്ലേ? 10 തല അച്ഛൻ രാവണൻ. ആമിനോ. ആ, എൻട്രി വിളിച്ചു. ഇപ്പൊ ആൾ എൻട്രി ആവും. നോക്കി നിന്നോ, പാട്ട കയറിട്ടു. ഇതാരാ ഈ തവളമോറൻ? മനസ്സിലായില്ലേ? കുമ്പിടി ശശീന്ദ്ര തിരുവടികൾ. 10 തലയാ. അസല് രാവണൻ വിട്ടുപോയി. ഓ, അസല് രാവണൻ. അതിരിക്കട്ടെ, ഈ രാവണനിക്ക ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇത് ചികിത്സിക്കാൻ വന്ന ഡോക്ടറാ. ആ, നല്ല കാര്യം മോനെ. ഇക്കാക്ക് ഇത്തിരി ഏനക്കേട് ഈയിടെയായിട്ട് കൂടുതലാ. ഇത്തിരി മൂത്ത് നിൽക്കുക ചങ്ങാതി. പണ്ട് തമയത്തിയായിട്ടായിരുന്നല്ലോ കൂട്ട്. ഇപ്പൊ കുറെ ബംഗാളികളായിട്ടാ. ബഹുത്തുപടെ ആനവാലെ ഞാനില്ലാത്തപ്പോ അന്തർമേലത്തെ ഏത് ബൈക്കാണെങ്കിലും പേരില്ല. ബീരാനിക്കയുടെ ബാധേനെ നമുക്കൊന്ന് ഒഴിപ്പിച്ചെടുക്കണം. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഒരു മനഃശാസ്ത്രത്തിനും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ ചിലപ്പോൾ സഞ്ചരിച്ചെന്നിരിക്കും. ഒരു ഭ്രാന്തരെ പോലെ. അങ്ങനെ ആരും സഞ്ചരിക്കാത്ത ബൈക്കൂടെ പോണോന്നുണ്ടെങ്കിൽ ഈ കേരയിൽ വഴി വെച്ചു പിടിച്ചോ. അതാവുമ്പോ ഇതുവരെ ആരും സഞ്ചരിച്ചില്ലാത്ത വഴിയാണ്. അതൊക്കെ പോട്ടെ, ബീരാനിക്ക് എവിടെ പോയി? ബീരാനിക്ക കോടതിയിൽ കാശടിക്കാൻ പോയി. കോടതി പോയതല്ല, പാട്ട കടി മേടിക്കാതിരിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെട്ടതാണ്. എടോ ഹൈദ്രോസ് വിഡ്ഢി, അതെനിക്കറിയാം. ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില നാടകങ്ങൾ കളിക്കണം. ഡ്രാമ. ആവില്ല താത്ത, എന്തിനാണ് ബീരാനിക്ക കോടതി പോയത്? അത് ഈ കൊറോണയ്ക്ക് മാസ്ക് വെക്കാണ്ട് പുറത്തിറങ്ങിയ 1500 രൂപ ഫൈൻ വന്നത് അടയ്ക്കാൻ വേണ്ടി പോയതാ. മാസ്ക് വെക്കാതിരുന്നാൽ 500 പിഴയുള്ളൂ. എടാ പയ്യെ, ഞാൻ പറയണതൊന്ന് കേക്ക്. ആ, പുള്ളിക്കാരൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് മാസ്ക് വെക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങി. കവലെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് പോലീസ് വണ്ടി ഒന്ന് ചവിട്ടി നിർത്തി. മാസ്ക് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോഴാ പുള്ളി ഓർത്ത്, അല്ല മാസ്ക് വെച്ചിട്ടില്ലല്ലോ എന്ന്. വേഗം തന്നെ ഉടുമുണ്ട് നോക്കി മാസ്ക് പോലെ ഇങ്ങനെ വിളിച്ചു. അപ്പൊ മാസ്ക് വെക്കാത്തതിന് 500, പോലീസിനെ മുണ്ട് നോക്കി കാണിച്ചതിന് ബാക്കി 500. ശരി, 500, 1000 കണക്ക് ശരിയല്ലല്ലോ. പറഞ്ഞു വരട്ടെ രാവണ. മാസ്ക് വെക്കാത്തതിന് 500, പോലീസിനെ മുണ്ട് നോക്കി കാണിച്ചതിന് ബാക്കി 500. കഷ്ടകാലത്ത് നിൽക്കാന്നിട്ടായിരുന്നു കറുത്ത അണ്ടയോറാ. പോലീസിനെ കരിമ്പൊടി കാണിച്ചെന്ന് പറഞ്ഞത് ബാക്കി 500. ഇപ്പൊ കണക്ക് ശരിയായില്ലേ? അതൊക്കെ ശരിയായി. അതെ, വീട്ടിൽ ഒരു ആള് വന്നു കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം കൊടുക്കാനുള്ള മര്യാദ കാണിക്കും. അയ്യോടാ, ഞാനത് ഓർക്കണമെന്ന് ഓർത്താ, മറന്നുപോയി. ഞാൻ പോയി സർവത്ര എടുത്തോണ്ട് വരാം. അല്ല, സർവത്ര എടുത്തോണ്ട് വരാം. അതെ രാവണേട്ടാ, 10 തല മനസ്സിലായി. ബാധ കേറിയ പിന്നെ തമിഴല്ലാതെ ആമിത്താത്തൊരു വസ്തുതായില്ലേ. അപ്പൊ പിന്നെന്താ ചെയ്യാം? എങ്ങനെ തമ്പി ഭയമായിരിക്ക? ഞാൻ പണിയെടുക്കുന്ന ഇഷ്ടിയക്കളത്തിൽ. ഇഷ്ടിയക്കളോ? മാന്ത്രിക കളത്തിൽ എങ്ങനെയെങ്കിലും ആമിനത്താത്തയെ ഹൈദ്രോസ് എത്തിക്കണം. ഞാനോ? ഹൈദ്രോസേ? നീ ഇപ്പൊ ഹൈദ്രോസ് അല്ല, മുനിയാണ്ടിയാണ്. മുനിയാണ്ടിയോ? ഏത് മുനിയാണ്ടി? പണ്ട് ബീരാനിക്ക് ചതിച്ച തമിഴ്ത്തിയുടെ കൂടെ പാട്ട പറക്കാൻ വന്നൊരു മുനിയാണ്ടി. ആമിനത്താത്തയുടെ ദേഹത്ത് തമിഴ്ത്തി കയറുമ്പോൾ നീ അവരുടെ മനസ്സിൽ മുനിയാണ്ടിയാണ്. അപ്പൊ ഉന്തുവണ്ടി വേണ്ടേ? ഓ, ഒരു വണ്ടിയും വേണ്ടടാ തെണ്ടി. ഞൊണ്ടി വന്നാ മതി. ആമിനൊക്കെ തമിഴ്ത്തിയൊക്കെ, മുനിയാണ്ടിയൊക്കെ ഞൊണ്ടലൊക്കെ, ഈ ഞാനും ഒക്കെ. അങ്ങനെയെങ്കിൽ ഈ ബീരാനിക്ക് എങ്ങനെ പറ്റും? അത് പറ. ഹലോ. അയ്യോ, ബീരാനിക്ക ഇതെപ്പോ വന്ന്? ആമിനത്താത്ത തല അടിച്ച് പൊളിക്കും. വേഗം പോയിക്കോ. എടാ പൊട്ട ഹൈദ്രോസേ,
ഞാൻ കുമ്പിടി ശശീന്ദ്ര തിരുവടികൾ കേട്ടിട്ടില്ലേ? അവിടെയുണ്ട് ഇവിടെയുണ്ട് 10 തല അസൽ രാവണൻ. നീ എത്രയും പെട്ടെന്ന് പോയിട്ടേ മുനിയാണ്ടിയാണ്, എന്നിട്ട് ആമിനത്താത്തയെ മന്ത്രവാദ കളത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുപോവാ. പോ ശിഷ്യ, CD പ്ലേ ചെയ്യൂ. ശിഷ്യനോ? സർവസന്നാഹങ്ങളുമായിട്ടാണ് മോനെ എന്റെ പുറപ്പാട്. പാട്ട് കേൾക്കുമ്പോൾ ആമിനത്താത്ത പാട്ടയുമായി മന്ത്രക്കളത്തിലേക്ക് വരും. അപ്പോൾ വീരാനിക്കയായി ഞാൻ ഈ കസേരയിൽ ഇരിക്കും. പാട്ടയുമായി ആമിനത്താത്ത എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ ബുദ്ധിമാനായ എന്റെ ശിഷ്യൻ അവിടെ നിന്ന് ഈ കസേര മറയ്ക്കും. കസേരയുടെ അടിയിൽ ഡമ്മി ഉണ്ടല്ലോ, ഡമ്മി പൊന്തി വരും, ഞാൻ അടിയിൽ പോവും. വീരാനിക്കയാണെന്ന് കരുതി പൊന്തി വന്ന ഡമ്മിയെ പാട്ട കൊണ്ട് ആമിനത്താത്ത 4 ഇഞ്ചും അടിക്കും. അങ്ങനെ ആമിനത്താത്തയുടെ ബാധ ഒഴിഞ്ഞു പോകും. ഓ എന്താ വേണ്ടത് പറ. ഞാൻ ആമിനത്താത്തയല്ലേ, പിന്നെ ഞാൻ വന്ന തമിഴക്ക് വഴി. എന്താ വേണ്ടത് പറയും. എനിക്ക് ബിരിയാണി മതിയോ? ബിരിയാണി കുഴിമന്തി മതിയോ? എന്നെ ചതിച്ചു പോയി. അയോഗ്യനായ വീരാനിക്ക് രക്തം തരാം. രക്തം കുടിച്ചാൽ ആമിനത്താത്ത ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവോ? ഇറങ്ങിപ്പോകിടവേ. സത്യം 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 സത്യം. அயோக்கியனாயே ஆமினா, உனக்கு எவ்வளவு தைரியம் இருக்க என் முன்னாடி வந்து நிற்ப? ஆமினா ஆமினே. ஐயோ அம்மே அச்சோ எடா முன்னாடி பாட்டம் எடுத்து பாட்டா பட்டு. അതെ 10 തല രാവണൻ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. മരിക്കാൻ ആളെ നിർത്തിയിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? മരിക്കാനൊക്കെ ആളെ നിർത്തിയിട്ടുണ്ടായില്ല. പക്ഷെ അവൻ എന്നെ മരിക്കണൊക്കെ മുമ്പ് ആമിനത്താത്ത അവനെ മരിക്കാൻ വേറെ ആളെ നിർത്തിയ കാര്യം ഞാൻ അറിഞ്ഞില്ല. എടാ ശിക്ഷൻ തട്ടി, തമിഴത്തി വിട്ടു പോയിട്ടില്ലടാ. ഇട്ടോടാ.